ഹലോ ഫ്രണ്ട്സ്, തനിയാടൻ കോഴിയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറുത്തപ്പുള്ളി കോഴി ഉണ്ടല്ലോ, അപ്പോൾ അവള് ഇപ്പോൾ വീണ്ടും അട വെച്ച് വിരിയിച്ചതായിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അവരെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു വീഡിയോ കേട്ടോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ കോഴി ഇതാ കണ്ടില്ലേ, ഇവിടെയാണ് ഉള്ളത്. നമ്മളിപ്പോൾ മൂന്നാമത്തെ തവണയാണ് ഇപ്പോൾ ഇവിടെ തന്നെ അട വെക്കുന്നത്. മൂന്നാമത്തെ തവണ എന്ന് പറയുമ്പോൾ നമുക്കിപ്പം ഒരു വയസ്സ് കഴിഞ്ഞ് 6-7 മാസമായപ്പോൾ തന്നെ 6.5 മാസമായപ്പോൾ തന്നെ ഇവള് മുട്ടയിട്ട് വിരിഞ്ഞതാണ്. അതിൽ പിന്നെ ഒരാളും കൂടെ വിരിയാണ്ടായിരുന്നു, അപ്പോൾ അയാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്താണ്. ഇന്നലെ വിരിഞ്ഞിട്ടുണ്ട് എല്ലാവരും. അപ്പോൾ ഓരോരുത്തരും നമ്മൾ ഇതാ കുഞ്ഞുങ്ങളുടെ അടുത്ത് പുറത്ത് വെച്ച് കാണിച്ചു തരാം. ഒരാളിതാ, ഇതൊരു എന്താ പറയുക, നമ്മളെ കരികില ടൈപ്പിലുള്ളതാണ് ആ കുഞ്ഞ്. അടുത്ത ആൾക്കാരിതാ, ഇത് രണ്ടും തള്ളേൻ്റെ മാതിരി തന്നെ കേട്ടോ. അത് കറക്റ്റ് പുള്ളിക്കുഞ്ഞുങ്ങളാണ്. അതാ കണ്ടില്ലേ, പുള്ളിക്കുഞ്ഞുങ്ങളാണ്. ഉള്ളിലാ ഇരിക്കുന്നുണ്ട്, മേലോട്ട് നോക്കി നിൽക്കുന്നുണ്ട്, നമ്മളെയും നോക്കി അങ്ങോട്ട് പോയിട്ടുണ്ട്. പിടിക്കാനാന്നുള്ളത് അറിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങൾ മെല്ലെ സ്കൂട്ടായതാണ്. ഉള്ളിൽ ഒളിച്ചിരിക്കുക അവിടെ അവിടെ പാടാ. ഇതുണ്ടല്ലേ, ഇത് പക്ക നല്ല പുള്ളിക്കുഞ്ഞാട്ടോ. അതാ പിന്നെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ സെയിലുള്ളവരാട്ടോ, ഇവരൊക്കെ കൊടുക്കാനുള്ള കുഞ്ഞുങ്ങളാണ്. കണ്ടില്ലേ, അതാ കുഞ്ഞുങ്ങളതാ പുറത്ത് വിട്ടിട്ടുണ്ട്. കണ്ടില്ലേ, എല്ലാവരും റൗണ്ട് അടിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട്. ആ ഫുള്ള് ബ്ലാക്ക് തന്നെയാട്ടോ. ഈ ഒരു കുഞ്ഞ് മാത്രമേ കുറച്ചൊരു ചേഞ്ച് ഉള്ളൂ. ഇവിടെ കുറച്ച് റെഡ് ഉള്ളതുകൊണ്ട് ഇപ്പം വലുതാകുമ്പോൾ നമ്മളെ ഗോൾഡൻ ലൈനേജ് ടൈപ്പ് ആ ഒരു ഇതിൽ വരും. റെഡ് കളർ കൂടെ ആയിട്ട് ബ്ലാക്കുമ്പിൽ കഴുത്ത് കൂടെ റെഡ് കളറൊക്കെ ഇറങ്ങിയിട്ടുള്ള ഒരു സ്റ്റൈലാവും. പിന്നെ ബാക്കിയുള്ളവരൊക്കെ പുള്ളി കുഞ്ഞുങ്ങൾ തന്നെ കേട്ടോ, ആ ഒരു കുഞ്ഞൊഴികെ. പിന്നെ തള്ളക്കോഴീൻ്റെ അടുത്ത് ഇതാ അവസാനം വിരിഞ്ഞ കുഞ്ഞുണ്ട്. ലാസ്റ്റ് രാവിലെ വിരിഞ്ഞ കുഞ്ഞാണ്. ഉണ്ടല്ലേ, ഇവരെ പറഞ്ഞ മാതിരി ഓൾഡ് ലൈനേജിൽ പെട്ട തന്നെ കുഞ്ഞാണ്. അപ്പോൾ ഇവരെ മെല്ലെ താഴത്തെ നമ്മൾ കൂട്ടിലേക്ക് മാറ്റാൻ പോവാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ വീഡിയോ ഇപ്പം തന്നെ നമ്മൾ എടുക്കുന്നത് കേട്ടോ. തള്ളേനെ ഇതൊന്ന് പുറത്ത് വിട്ടിട്ടുണ്ട്. എന്താ വെച്ചാൽ കൂട്ടിലേക്ക് മാറ്റില്ല. അപ്പം എന്താ വെച്ചാൽ തള്ളക്ക് ചെറുതായിട്ടൊന്ന് കാഷ്ടിക്കാനുണ്ടാവും, 2 ദിവസത്തെ ഉണ്ടാവും. കുഞ്ഞുങ്ങൾ വിരിഞ്ഞുകൊണ്ട് കാഷ്ടിക്കലൊക്കെ കുറവായിരിക്കും. അതുകൊണ്ട് ഇതാ ജസ്റ്റ് ഒന്ന് പുറത്തിട്ടിട്ടുണ്ട്. അപ്പോൾ കാഷ്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂട്ടിലേക്ക് കയറ്റാവുന്നേ. നമ്മളിതപ്പോൾ കോയിനെ കൂടെ മാറ്റിയിട്ടിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, എനിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കണം. കുഞ്ഞുങ്ങൾ കുറച്ച് നമ്മൾ തീറ്റ സ്റ്റാർട്ടർ എടുക്കുക, എന്നിട്ട് കൊടുക്കുക. കണ്ടില്ലേ, വെള്ളത്തിൽ നമ്മളിതാ മഞ്ഞൾ കലക്കിയ വെള്ളം കൊടുക്കുന്നത്. ഇതിൽ മഞ്ഞളൊക്കെ ആദ്യം കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ കുറച്ച് സ്റ്റാർട്ടറൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, കഴിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ അതാ ഇന്നലൊക്കെ വിരിഞ്ഞ കുഞ്ഞുങ്ങൾ ഇതാ നല്ല ഫുഡ് അടിക്കുന്നുണ്ട്. തള്ളക്കോഴിക്ക് നമ്മൾ കുറച്ച് വെള്ളം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഏതോ കുഞ്ഞിനെ ചവിട്ടി പിടിച്ചിട്ടെന്ന് തോന്നുന്നു, അതാണ് ആള് കരയണ്. അതാണ് അപ്പുറത്തെത്തിയിട്ടുണ്ട് നമ്മളെ ലാസ്റ്റ് വിരിഞ്ഞ കുഞ്ഞ്. നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കട്ടെ, അല്ലെങ്കിൽ പണിയാണ്. അപ്പോൾ അതാ നമ്മൾ ഇവരൊക്കെ വിൽപ്പനയ്ക്കുള്ള കേട്ടോ. ഇപ്പോഴല്ല, ഒരു മാസം കഴിഞ്ഞാൽ നമ്മൾ വിൽപ്പനയ്ക്ക് ഇടുന്നതായിരിക്കും. ആവശ്യമുള്ളവർക്ക് ബുക്ക് ചെയ്യുക. അവരെ ബുക്ക് ചെയ്തിട്ടില്ല ഇതുവരെ. നമ്മൾ
പുള്ളിക്കുഞ്ഞുങ്ങളെ നമ്മൾ പെട്ടെന്ന് കൊടുക്കുന്നില്ല വിചാരിച്ചായിരുന്നു. പക്ഷെ നമ്മൾ സെയിൽ ചെയ്യാണ്. ഇതാ അപ്പോൾ തന്നെ ഉണ്ടല്ലേ, കൂട് ഫുള്ള് എല്ലായിടത്തും കുഞ്ഞുങ്ങളാണ്. ഇതാ കൂട് നിറച്ചും കുഞ്ഞുങ്ങളാണ്. പിന്നെ നമ്മളതാ കരികിലപ്പട അവിടെ ഉണ്ട്. നമ്മളെ കുഞ്ഞുങ്ങളാണ് ഇത് അവിടെ ഇരിക്കുന്നവർ. കുഞ്ഞുങ്ങളൊരു 7-8 എണ്ണം ഉണ്ട്. ഒരു 8 അല്ല 9 എണ്ണറ്റുണ്ട്. പിന്നെ ബാക്കിയുള്ളവരിതാ പുള്ളികളുണ്ട്. പിന്നെ വലിയ പുള്ളി കുഞ്ഞുങ്ങൾ ഇതാ അവളുടെ കുഞ്ഞുങ്ങളാട്ടോ. അതാ കണ്ടില്ലേ, നമ്മളിപ്പോൾ അടുത്ത മുട്ടയിട്ട് പോരുതാനായിട്ടുണ്ട്. അത് അതിനകത്താണ് മുട്ടട്ടിട്ടുള്ളത്. ആ വീഡിയോ ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിശേഷം കാര്യങ്ങൾ ഇതാണ് കേട്ടോ. കണ്ടില്ലേ, വേറെ അപ്ഡേഷൻ വീഡിയോയും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. കുഞ്ഞിൻ്റെ കാലവിടെ കുടുങ്ങുന്നുണ്ടോന്നുണ്ട്, ചെറുതായതുകൊണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ നമ്മൾ പേപ്പർ 1-2 വെച്ച് കൊടുക്കണം, എന്നാലേ ഇപ്പോൾ ക്ലിയർ ആവുകയുള്ളൂ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതാട്ടോ നമ്മളെ ചെറിയ വീഡിയോ.